വാൻ ഫുക് സിൽക്ക് വില്ലേജ് പട്ടുൽപാദനത്തിന് വളരെ പ്രശസ്തവും അതുപോലെ തന്നെ ലോകത്തിലെ തന്നെ ഏറ്റവും പ്രശസ്തമായ ഒരു പട്ടുൽപാദന കേന്ദ്രമാണ് ഈ വാൻ ഫുക് സിൽക്ക് വില്ലേജ്. അതുപോലെ തന്നെ വിയറ്റ്നാമീസിൻ്റെ ഒരു സംസ്കാര പൈതൃകത്തെ നമുക്ക് ഇവിടെ ഈ വിയറ്റ്നാമിലെ ഹാനോയിൽ സ്ഥിതി ചെയ്യുന്ന ഈ വാൻ ഫുക് സിൽക്ക് വില്ലേജിൽ കാണാൻ സാധിക്കും. ഏകദേശം 1000 വർഷത്തിലേറെയായി ഇവർ ഈ പട്ട് ഉൽപാദന രംഗത്ത് ഉണ്ട്. ലീ രാജവംശത്തിൻ്റെ കാലത്താണ് ഇവർ ഇത് ആരംഭിച്ചതെന്നാണ് നമുക്ക് കിട്ടുന്ന അറിവ്. നമുക്ക് ഇവിടെ കയറി വന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക് കാണാം, ഇവിടെ ഓരോരോ മെഷീനിൽ ഇവരിങ്ങനെ സിൽക്കിൻ്റെ ഇത് വെച്ചിട്ട് ഇങ്ങനെ ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നല്ല ഭംഗിയാണ് നമുക്കിത് കാണാനായിട്ട്, വളരെ നല്ല ഭംഗിയാണ് നമുക്കത് നേരിട്ട് കാണുമ്പോൾ. അതിൻ്റെ ഏറ്റവും കൂടുതൽ സ്ത്രീകളാണ് ഇതിൽ കൂടുതൽ നമുക്ക് ഇവിടെ ഈ വർക്ക് ചെയ്യുന്നത്. അവരിങ്ങനെ ടൈപ്പ് ചെയ്യും, നമുക്കതിൻ്റെ ആ ഒരു ഇത് കാണാം, അതിൽ സിൽക്കിൻ്റെ ആ ഒരു ഇത് കാണാൻ പറ്റും നമുക്ക്. ഇത് പഴയ ഒരു ഇതാണ്. ഇവിടെ ഒത്തിരി 4-5 മെഷീനുകളുണ്ട്. ഇവരിങ്ങനെ ഓരോരുത്തരും എല്ലാം സ്ത്രീകളാണ്, പ്രായമേറിയ സ്ത്രീകളാണ് കൂടുതൽ ഈ മേഖലയിൽ ഉള്ളത്. ഇവരുടെ ഒരു ജീവിത മാർഗം തന്നെയാണ് ഇത്, ഈ പട്ട് ഉൽപ്പാദിപ്പിച്ച് അതുപോലെ തന്നെ തൊട്ടടുത്ത് ഇതിന് നമുക്ക് സിൽക്ക് വാങ്ങാനുള്ള ഒരു ഷോപ്പുകളും കാര്യങ്ങളും എല്ലാം വെളിയിൽ തന്നെ ഉണ്ട്. ആൾക്കാർ ഒരുപാട് വന്ന് കയറി പോകുന്ന ഒരു സ്ഥലമാണ്. ഇവരെയും ഉൽപ്പാദനത്തിൻ്റെ ഇത് കാണാനും, പക്ഷെ എല്ലാവർക്കും കാണാനുള്ള ഒരു അനുവാദമുണ്ട്. ആർക്കും ഫോട്ടോ എടുക്കാം, എന്തും ചെയ്യാം. അവരതിൽ ആർക്കും തടസ്സം പറയുകയോ ഒന്നും ചെയ്യുന്നില്ല. നമുക്ക് കണ്ടോ സിൽക്കിൻ്റെ ആ ഒരു ഇത് കാണാം, അവരിങ്ങനെ നെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഏറ്റവും ഭംഗിയായിട്ട് തന്നെയാണ് അവരിത് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ ഗ്രാമത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവർ തലമുറകളായിട്ട് കൈമാറ്റം ചെയ്തിട്ട് വന്ന പരമ്പരാഗത യന്ത്ര നെയ്ത്ത് ഉപയോഗിച്ച് നെയ്ത പട്ടുകളാണ് ഈ ഗ്രാമത്തിൻ്റെ ഏറ്റവും വലിയ പ്രശസ്തമായിട്ട് നിൽക്കുന്നത്. അതുപോലെ നമുക്ക് ഇവിടെ കാണാം, ഈ തുണിത്തരങ്ങൾ നെയ്യുന്ന ആൾക്കാരും അതുപോലെ ഇതിനെ ഈ ചായം പൂശുന്ന ആൾക്കാരും ഈ എംബ്രോയിഡറി വർക്ക് ചെയ്യുന്ന ആൾക്കാരെ എല്ലാം നമുക്ക് ഇവിടെ നേരിട്ട് കാണാം. അവർ ചെയ്യുന്നതെല്ലാം നമുക്ക് കാണാം. അതായത് അതിൻ്റെ അപ്പുറം തൊട്ട് മാറിയുള്ള ഒരു ഷോപ്പാണിത്. അവർ അവിടെ നെയ്ത തുണിത്തരങ്ങൾ, സിൽക്ക് ഇതെല്ലാം നമുക്ക് വില കൊടുത്ത് വാങ്ങാനായിട്ട് സാധിക്കും. നല്ല മനോഹരമായിട്ടുള്ള വസ്ത്രങ്ങളാണ് ഇവിടെ ഏറ്റവും കൂടുതലുള്ളത്. നല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റി മെറ്റീരിയൽസ് ആണ് കൂടുതൽ വരുന്നത്. നമുക്ക് വില കൊടുത്ത് നമുക്ക് വാങ്ങിക്കാം. എന്നാൽ അധികം ബാർഗെയിൻ ചെയ്യാൻ നിൽക്കണ്ട, കാരണം അവർ തന്നെ കഷ്ടപ്പെട്ട് നെയ്തെടുക്കുന്ന ഒരു ഇതാണ്, അവരുടെ ജീവിതമാർഗം കൂടിയാണ്. ഒരുപാട് ബാർഗെയിൻ ചെയ്യാതെ നമുക്ക് ന്യായമായ വിലയിൽ നമുക്ക് അവിടുന്ന് വാങ്ങിക്കാൻ സാധിക്കുന്നതാണ്. വാൻ ഫുക് വില്ലേജിനെ കുറിച്ച് ഇവിടെ പുറത്തുള്ളവർ പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്നേഹവും പട്ടും കൂട്ടിച്ചേർത്ത് ഉണ്ടായ ഒരു ഗ്രാമം എന്നാണ് ഇവർ പറയുന്നത്. നല്ല നല്ല വസ്ത്രങ്ങളാണ് കേട്ടോ, കൂടുതലും നല്ല പട്ട്, നല്ല നെയ്ത സിൽക്ക് വസ്ത്രങ്ങളാണ്. നമുക്ക് ഇവരധികം വില ഇതിൽ വെക്കുന്നില്ല. നമുക്ക് ഇവിടുത്തെ വിയറ്റ്നാം ഡോങ് ആണ് നമുക്ക് ഇവിടുത്തെ ഇത് വരുന്നത്. നമുക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ $1 ഏകദേശം 25,000 ഡോങ് അടുത്ത് വരും. അതാണ് ഇവിടുത്തെ ഇത്. ഒരുപാടുണ്ട് കേട്ടോ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ, കൂടുതൽ കുട്ടികൾക്കുള്ളത്, ലേഡീസിനുള്ളത്, അതുപോലെ തന്നെ അല്ലാത്ത ഡ്രസ്സുകൾ എല്ലാം നമുക്ക് ഇവിടുന്ന് നമുക്ക് വാങ്ങാൻ സാധിക്കും. ഇതെല്ലാം ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ തന്നെ നെയ്ത്ത് ഉണ്ടാക്കുന്നതാണ് എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയൊരു പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത്. നമുക്കത് നേരിട്ട് കാണാനും വാങ്ങാനും ഉള്ള ഒരു ഇതുണ്ട് നമുക്ക് ഈ വാൻ ഫുക് സിൽക്ക് വില്ലേജ് വന്നു കഴിഞ്ഞാൽ. വിയറ്റ്നാമീസിന്റെ ഒരു പ്രത്യേക ഒരു ഇതാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. പട്ടുപ്രേമികളുടെ ഒരു പറുദീസയായിട്ടാണ് വാൻ ഫുക് സിൽക്ക് വില്ലേജ് കാണുന്നത്. നമുക്ക് ഇവര് പറയുന്നത് അതിന്റെ വാൻ ഫുക് സിൽക്ക് വില്ലേജിനെ കുറിച്ചാണ് ഇവര് കൂടുതൽ പറയുന്നത്. അതിന്റെ ഭംഗിയും കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തരുവാണ്. അതിന്റെ അവിടുത്തെ കാര്യങ്ങളും മറ്റ് റോഡുകൾ, അവിടുത്തെ വേറെ എന്തൊക്കെ അവിടുത്തെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ, ടൂറിസ്റ്റ് സ്ഥലങ്ങളായിട്ടുള്ളത്. ഈ വാൻ ഫുക് വില്ലേജിൽ ഒരുപാട് ഇടനാഴികളുണ്ട്. അതുപോലെ തന്നെ ഒത്തിരി ചെറിയ ചെറിയ ഷോപ്പുകള്, കടകള്, കുറെ അധികം ഷോപ്പുകൾ നമുക്ക് ഈ പട്ട് വിൽക്കുന്ന ഷോപ്പുകളുണ്ട്. അതുപോലെ തന്നെ ഈ സ്ഥലമൊക്കെ കണ്ടാൽ നമുക്ക് വളരെ ഭംഗിയായിട്ട് നമുക്ക് തോന്നും. നമുക്ക് ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ നമുക്ക് ഈ ഇടവഴികളിലൂടെയും അതുപോലെ തന്നെ ഈ ഗ്രാമത്തിൻ്റെ ഒരു ഭംഗി നമുക്ക് ഈ നഗരങ്ങളിലെ ഈ ചെറിയ റോഡുകളിലൂടെ നടക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. നമുക്ക് ഓരോരോ കവാടത്തിൽ ഇവർ ഓരോ
നല്ല ഭംഗിയായിട്ടാണ് അവർ ചെയ്തിരിക്കുന്നത്. നല്ല പുഷ്പങ്ങളും അതുപോലെ എല്ലാം ചെയ്തിട്ട് നല്ല കവാടങ്ങളൊക്കെ നല്ല ഭംഗിയായിട്ടാണ്. അങ്ങനെ നടക്കുന്ന വഴിയിലാണ് ഞാൻ ഇത് കണ്ടത്. നമുക്കിങ്ങനെ നല്ല നല്ല ഗന്ധമാണ് നമുക്ക് ഇവിടുന്ന് വന്നത്. അപ്പോൾ ഇതിൻ്റെ മണം അനുഭവിച്ചിട്ടാണ് ഞാൻ അതിൻ്റെ അടുത്ത ഷോപ്പിൽ നിന്നപ്പോൾ അവിടെ ഒരു ലേഡി ഉണ്ടായിരുന്നു. ലേഡിയോട് ഇതിനെപ്പറ്റി ചോദിച്ചു. അപ്പോൾ ഇത് നമുക്ക് നമ്മുടെ വീടുകളിലും മറ്റുമൊക്കെ നമുക്ക് കത്തിക്കുന്ന സാധനമാണ്. നമുക്കിതിൽ ഈ സുഗന്ധം കിട്ടുന്ന എന്തെങ്കിലും നമുക്ക് കത്തിച്ച് നമുക്ക് അതിൻ്റെ അകത്തിട്ട് അതിൻ്റെ ഒരു ഇത് മാറ്റി നമുക്കത് ചെയ്യാം. അതിനെപ്പറ്റി ഞാൻ അവരോട് ചോദിച്ചു. അവരത് പറഞ്ഞു തരുവാണ് അതിനെപ്പറ്റി. നല്ല ഭംഗിയുണ്ട്. ഇത് കാണാൻ തന്നെ നല്ല രസമുണ്ട്. അവർ ഈ സുഗന്ധവ്യഞ്ജനങ്ങളാണ് ഇവിടെ കൂടുതൽ വിൽക്കുന്നത് ഈ ഇതായിട്ട്. അപ്പോൾ അവർ വന്ന് അത് കാണിച്ച് തരികയാണ് അതിനെപ്പറ്റി. അതെടുത്തിട്ട് അതാണ് അതിൻ്റെ അകത്ത് ഇടുന്ന സാധനം. അതെടുത്ത് നമുക്ക് കത്തിക്കണം. അത് തുറന്നിട്ട് അവർ കാണിച്ച് തരികയാണ് നമുക്കത്. അത് നല്ല എടുത്ത് നമുക്ക് കത്തിച്ച് ഇവർ കൂടുതൽ ആംഗ്യമാണ് കാണിക്കുന്നത്. അവർ പറയുന്നില്ല, ഒന്നും നമുക്ക് കാണിച്ച് തരുവാണ്. പറയുന്നില്ലാത്തതിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ഭാഷയാണ്. ഇവർക്ക് ലാംഗ്വേജ് നമുക്ക് ഇംഗ്ലീഷ് എത്ര നല്ല ഇവർക്കത് അറിയില്ല. ഇവർക്ക് ഭാഷ ഭയങ്കര ഒരു ഇഷ്യൂ ആണ് നമുക്ക് വിയറ്റ്നാമിൽ വന്നു കഴിഞ്ഞാൽ. കാരണം വിയറ്റ്നാമിൽ കൂടുതലും അവരുടെ ഭാഷ മാത്രമേ അവർക്ക് അറിയത്തുള്ളൂ. നമുക്ക് ഇംഗ്ലീഷൊന്നും സംസാരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതിൽ ഏറ്റവും ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഗൂഗിൾ ട്രാൻസ്ലേറ്റർ ഉപയോഗിച്ച് മാത്രമേ നമുക്ക് ഇവിടെയുള്ളവരോട് നമുക്ക് കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ ചെറിയ കടകളിലും മറ്റുമൊക്കെ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഗൂഗിൾ ട്രാൻസ്ലേറ്റർ വേണം. ഇപ്പോൾ ചെറിയ ടാക്സിയിൽ കയറിയാൽ പോലും നമുക്ക് അവർ ഗൂഗിൾ ട്രാൻസ്ലേറ്റർ എടുത്ത് ഓപ്പൺ ചെയ്ത് നമ്മളത് ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കണം. എങ്കിൽ മാത്രമേ അവർ ആ സ്ഥലത്ത് കൊണ്ട് വിടത്തുള്ളൂ. ഭാഷ നല്ലൊരു വിഷയമാണ്. നമുക്ക് എത്ര ഇംഗ്ലീഷ് അറിയാവുന്ന ഒരാൾ വന്നെന്ന് പറഞ്ഞാൽ ഇവിടെ കാര്യമില്ല. നമുക്ക് ഗൂഗിൾ ട്രാൻസ്ലേറ്ററിൻ്റെ ഒരു ആവശ്യം വളരെ വലുതാണ്. അതുപോലെ തൊട്ട് അടുത്തുള്ള ഒരു ഷോപ്പാണ്. നമുക്ക് അതിൻ്റെ അവിടുത്തെ ചെറിയ ആമ്പൽക്കുളമാണ്. ആമ്പൽക്കുളം എന്ന് പറഞ്ഞാൽ ചെറിയ പാലം കയറി വരുമ്പോഴാണ് ഇവിടെ നല്ല ബാഗുകളും മറ്റുമൊക്കെ വിൽക്കുന്നൊരു കട. ഞങ്ങളെ കണ്ടിട്ട് അവിടുത്തെ ആ സ്ത്രീ ഇറങ്ങി വെളിയിൽ വന്നു. നമുക്ക് ഇവരുടെ നമുക്ക് ഒരു കൺട്രിയോട് ഇവർക്ക് ഭയങ്കര ഒരു ഇതാണ് കേട്ടോ. നമുക്ക് ഈ ടൂറിസ്റ്റുകളെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇവർക്ക് ഭയങ്കര ഒരു ഇതാണ്. നമ്മളോട് ഭയങ്കര ഒരു ഇതുണ്ട്. നമുക്ക് അങ്ങനെ ഇതല്ല. നമുക്ക് ചെറിയ ഷർട്ടുകൾ കാര്യങ്ങൾ ചെറിയ കുഞ്ഞുങ്ങൾക്ക് പറ്റിയ ഉടുപ്പുകൾ മറ്റും എല്ലാം നമുക്ക് ഈ വീതിയിൽ നമുക്ക് വാങ്ങിക്കാൻ പറ്റും. 200K ഏകദേശം 2 ലക്ഷം രൂപയാണ് ഒരു ഷർട്ടിൻ്റെ വില. 2 ലക്ഷം ഡോങ്കാണ്. ഡോങ്ക് നമുക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് 2 ലക്ഷം എന്ന് പറയുമ്പോൾ ഏകദേശം $8 അടുത്ത് വരും. അത്രേ ഉള്ളൂ. ഇത് ചെറിയ പ്രൈസാണ്. നമ്മുടെ നാട്ടിലെ വെച്ച് ചെറിയ പ്രൈസാണ് വരുന്നത്. കുട്ടികൾക്കുള്ള ചെറിയ ഉടുപ്പുകൾ, സ്ത്രീകൾക്കുള്ളത് എല്ലാം നമുക്കവിടെ അതിൻ്റെ പ്രൈസ് അവർ എഴുതിയിട്ടുണ്ട്. കണ്ടു, 150 ഡോങ്ക് എന്നൊക്കെ അവർ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ വീതിയിലുള്ളതാണ് ഈ കുടകൾ ഇങ്ങനെ വെച്ചിട്ടുള്ളൊരു നഗര വീതി. ഇത് നല്ല രസമാണ് കേട്ടോ അത് കാണാനായിട്ട്. ആ ഒരു കുടകൾ ഇങ്ങനെ നിവർത്തി വെച്ചിട്ട് നമുക്ക് കയറി വരുന്ന എൻട്രിയിലും അല്ലാതെയൊക്കെ ഉണ്ട്. പിന്നെ ഓരോരോ ഷോപ്പിലോട്ട് വരുന്ന കവാടത്തിൽ ഇവരിങ്ങനെ നല്ലപോലെ അലങ്കരിച്ചിട്ടുണ്ട്. അതിൻ്റെ കവാടം ഇങ്ങനെ പൂക്കൾ കൊണ്ടും മറ്റും അലങ്കരിച്ചിട്ടുണ്ട്. ഒത്തിരി പേര് ഇതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഇങ്ങനെ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. കാരണം ഇവർ വളരെ ഭംഗിയായിട്ട് ഇവരത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നത്. ഇങ്ങനെ നല്ല കവാടം കണ്ട നല്ല കുടകൾ ഇങ്ങനെ നിവർത്തി നല്ല ഒരു നഗരം. അതിൽ കുറേ ഫോട്ടോഷൂട്ടുകളും കാര്യങ്ങളും നടക്കുന്നുണ്ട്. കല്യാണത്തിൻ്റെ ഫോട്ടോഷൂട്ടുകൾ കാര്യങ്ങളെല്ലാം ഇവിടെ നടക്കുന്നുണ്ട്. ഒരു വാൻഫുക്ക് വില്ലേജ് എന്ന് പറഞ്ഞാൽ വളരെ ഭംഗിയായിട്ടൊരു കാര്യമാണ് കേട്ടോ. അതിൻ്റെ വെളിയിലുള്ളതാണ് എനിക്ക് കുളത്തിൽ നിന്നൊക്കെ നടുക്ക് ഒരു പ്രതിമ. അത് നമുക്ക് ഈ അകലേന്ന് കാണുമ്പോൾ നല്ല ഭംഗിയാണിത് കാണാനായിട്ട്. നല്ല ഭംഗിയെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ഭംഗിയാണ് നമുക്കിത് വെളിയിൽ നിന്ന് കാണാനായിട്ട്. അങ്ങനെ നമ്മൾ പോവുകയാണ്. നമ്മളെ ഗൈഡാണ് ഈ വരുന്നത്. ഞങ്ങൾ നേരെ പോകുന്നത് ഹോച്ചിമിൻ സിറ്റിയിലോട്ടാണ്. ഹോച്ചിമിൻ സിറ്റി എന്ന് പറയുമ്പോൾ ഹോച്ചിമിൻ എന്ന് വെച്ചാൽ ഇവിടുത്തെ നമ്മുടെ ഗാന്ധിജിയെ പോലെയൊക്കെയുള്ള ഒരു ആളാണ് ഇവിടുത്തെ സ്വാതന്ത്ര്യ സമര സേനാനി. അതുപോലെ തന്നെ ഇവിടുത്തെ നയതന്ത്രജ്ഞനും ഒക്കെ ആണെന്നാണ് ഇവിടുത്തെ ഈ ഹോച്ചിമിൻ എന്ന ആളെക്കുറിച്ച് പറയുന്നത്. ആധുനിക വിയറ്റ്നാമിൻ്റെ ഒരു നേതാവാണ് ഈ ഹോച്ചിമിൻ എന്ന് പറയുന്ന ആൾ. അദ്ദേഹത്തിൻ്റെ മൃതശരീരമാണ് നമുക്ക് അവിടെ ഹോച്ചിമിൻ സിറ്റിയിൽ സൂക്ഷിച്ചിരിക്കുന്നത്. ഇവിടുത്തെ നമ്മൾ പോകുന്ന നേരത്തിൽ നമുക്ക് ഏറ്റവും ഇതായിട്ടുള്ളതാണ് ഇതുപോലെ സൈക്കിൾ റിക്ഷകളുണ്ട്. സൈക്കിൾ റിക്ഷകൾ നമുക്ക് ഏകദേശം 150 ഡോങ്ക്, 150 അതായത് 1.5 ലക്ഷം ഡോങ്കാണ് നമുക്കിവിടെ ഈ സൈക്കിൾ റിക്ഷയിൽ നമുക്ക് മിനിമം ചാർജ് വരുന്നത്. നമുക്ക് ഡോളറോട്ട് കൺവേർട്ട് ചെയ്യാൻ ഏകദേശം $6 അടുത്ത് വരും. ഇതാണ് നമ്മൾ ആ സിറ്റിയിലോട്ട് പോകുന്ന ഒരു ഇത്. നമുക്കിവിടെ ഇങ്ങനെ കാണാം. ഈ നഗരങ്ങളിലൂടെ ഇങ്ങനെ ആൾക്കാരിങ്ങനെ വണ്ടി ഓടിച്ച് എല്ലാം സ്കൂട്ടറാണ് ഏറ്റവും കൂടുതൽ. അതുപോലെ തന്നെ പൂക്കൾ കാര്യങ്ങളെല്ലാം വിൽക്കുന്ന ഷോപ്പുകളും എല്ലാം നമുക്ക് കൂടുതലാണ്.
ഒക്കെ പോകുന്ന വഴിക്ക് കാണുന്നതാണ് ഒരു തടാകത്തിന് ചുറ്റും ഇവരൊരു പാർക്ക് പോലെ സെറ്റ് ചെയ്തിരിക്കുകയാണ്. വളരെ മനോഹരമായിട്ടാണ് കേട്ടോ അവരത് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. നമുക്കത് അകലെ നിന്ന് കാണുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റും. നമുക്ക് യാത്രയിലൂടെ തന്നെ കാണാം അതിൻ്റെ ഭംഗി. നല്ല ഷേപ്പിൽ നല്ല ഇതെല്ലാം കട്ട് ചെയ്ത് നല്ല നല്ല ഭംഗിയാണ്, നല്ല വൃത്തിയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ മെയിൻ. നമുക്ക് ആരും ഒരു വേസ്റ്റ് പോലും അവിടെ ഇടുന്നില്ല എന്നുള്ളതാണ്. നമ്മുടെ നാടുകൾ പോലല്ല. നേരെ നമ്മൾ വന്നിരിക്കുകയാണ്, നേരെ ഹോച്ചിമിൻ സിറ്റിയിലോട്ട് വന്നിരിക്കുകയാണ്. ഹോച്ചിമിന്നിൻ്റെ മൃതശരീരം എംബാം ചെയ്ത് വെച്ചിരിക്കുന്നത് ഈ ഹോച്ചിമിൻ സിറ്റിയിലാണ്. ഹോച്ചിമിൻ സിറ്റിയാണ് വന്നിരിക്കുന്നത്. സെപ്റ്റംബർ 2, 1969 സെപ്റ്റംബർ 2-നാണ് ഈ ഹോച്ചിമിൻ അന്തരിച്ചത്. ഇദ്ദേഹം ഇവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വിവിധ വിഭാഗങ്ങളെ വിവിധ ആൾക്കാരെ ഇദ്ദേഹം ഒന്നിപ്പിച്ച്, അതുപോലെ തന്നെ US-ന് ഇതിനെതിരെ ഇയാളെ യുദ്ധത്തിന് പുറപ്പെടുകയൊക്കെ ചെയ്തതാണ്. അതാണ് ഈ ഹോച്ചിമിൻ ഈ വിയറ്റ്നാമീസിന് ഭയങ്കര ഒരു ഇതായിട്ടുള്ളൊരു അദ്ദേഹത്തിൻ്റെ മൃതശരീരം എംബാം ചെയ്ത് വെച്ചിരിക്കുന്ന സ്ഥലമാണ്. ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര സെക്യൂരിറ്റിയാണ്. നമുക്ക് അങ്ങോട്ട് അടുത്തോട്ട് ചെല്ലാനൊന്നും പറ്റില്ല. നമുക്കൊരു നിശ്ചിത അകലമുണ്ട്. അവിടെ നിന്ന് മാത്രമേ നമുക്കിത് കാണാനായിട്ട് സാധിക്കത്തുള്ളൂ. അതുപോലെ തന്നെ അതിൻ്റെ പുറത്തൊക്കെ നല്ല പൂക്കളെല്ലാം വെച്ച് പിടിപ്പിച്ച് നല്ല മരങ്ങളെല്ലാം അത് എപ്പോഴും പരിപാലിക്കുന്നുണ്ടെന്നുള്ളതാണ് അതിൽ ഏറ്റവും വലിയ കാര്യം. ഏകദേശം എന്നും വെള്ളം ഒഴിച്ച് നമുക്കത് കാണാം. ഇപ്പോൾ വീഡിയോയിൽ കാണുന്ന പോലെ അവരത് എപ്പോഴും നല്ലപോലെ പരിപാലിച്ചാണ് കൊണ്ടുപോകുന്നത്. ഹൈ സെക്യൂരിറ്റിയാണ്. നമുക്കത് അടുത്തോട്ടൊന്നും പോകാൻ പറ്റില്ല. അടുത്തോട്ടൊക്കെ പോകാൻ നമുക്ക് അവർ നിശ്ചിത അകലം ഇട്ടിട്ടുണ്ട്. ആ അകലത്തിൽ നിന്ന് മാത്രമേ നമുക്കിത് കാണാനായിട്ട് സാധിക്കത്തുള്ളൂ. ഇതാണ് ഹോച്ചിമിൻ്റെ മൃതശരീരം എംബാം ചെയ്ത് വെച്ചിരിക്കുന്ന സ്ഥലം. അതിന് 2 സൈഡിലും ഫ്രണ്ടിലും കാവൽക്കാരാണ് ഉള്ളത്. നമുക്കതിൻ്റെ അടുത്തോട്ടൊന്നും പോകാൻ പറ്റില്ല. ഇതിന് നേരെ എതിർവശത്താണ് ഇപ്പോഴത്തെ ഇവരുടെ ഭരണശിലാകേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. ഇതാണ് ഹോച്ചിമിന്നിൻ്റെ മൃതശരീരം എംബാം ചെയ്ത് വെച്ചിരിക്കുന്ന സ്ഥലം. ഇവിടുത്തെ വിയറ്റ്നാമീസിൻ്റെ ഏറ്റവും അടിത്തട്ടിൽ ഉള്ള ആൾക്കാർക്ക് പോലും ഇദ്ദേഹം വളരെ പ്രധാനപ്പെട്ട ഒരാളാണ്. ഇതാണ് ഇവരുടെ ഇപ്പോഴത്തെ